എഴുതാൻ ഞങ്ങൾക്ക് ഒരുപാട് സമയം തന്നു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷം 12 മാസത്തിനടുത്ത് ആണ് പഞ്ചാബി ഹൗസ് ചെയ്തത്. അതുകൊണ്ടുണ്ടായ ഒരു നേട്ടം, ഞങ്ങൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കിയില്ല. ഇൻസിഡൻറ്റ് കൂടിക്കൂടി വരികയും എഴുത്തുകൾ കൂടിക്കൂടി വരികയും ഇത് ഏകദേശം ഒരു 1.5 പടം എഴുതുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടും. 3-3.5 മണിക്കൂർ വരും പടം. അത് പ്രത്യേകിച്ച് ഈ രമണനും മുതലാളിയും കയറി വന്നപ്പോഴാണ് ഇതിൻ്റെ ലെങ്ത്ത് മാറിയത്. ആ 2 ക്യാരക്ടറാണ് ഞങ്ങൾക്ക് ഭയങ്കര ഉന്മേഷം തന്നു. ഇത് പ്രത്യേകിച്ച് അനീഫ് ഖാടെ കുറേ കൂടെ ഉണ്ടാവും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. അനീഫ് ഖാക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, ക്ലാര എന്ന് പറഞ്ഞിട്ട്. അത് ആ കടപ്പുറത്ത് തന്നെ ഒരു കുടിൽ വെച്ച് കെട്ടി അവർ, ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, പുള്ളി അവിടെയാണ്, പുള്ളിയെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ. ഈ ബോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ക്ലാരയുടെ വീട്ടിലാണ് കണക്ക് തീർക്കുന്നതൊക്കെ. അനീഫ് ഖാ അവിടെയാണ്. അപ്പോൾ ഈ അശോകൻ അവിടെ പോയാണ് രമണൻ അവിടെ പോയാണ് കഞ്ഞി കുടിക്കലൊക്കെ. അങ്ങനെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ പഞ്ചാബിയിലെ സിക്കന്ദർ സിംഗ് വരികയും ഒരു മാൻഡലിനൊക്കെ ആയിട്ട് വന്ന് അവിടെ പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയ ഞങ്ങളിങ്ങനെ മനസ്സിൽ കണ്ടു. പിന്നീട് അത് അങ്ങനെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ ഒരാൾ അവിടെ വരുന്നില്ല, അങ്ങനെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ജനാർദ്ദൻ ചേട്ടൻ മാത്രമാണ് ഇവരെ കാണാനൊക്കെ ആയിട്ട് അവിടെ വരുന്ന ഒരു സീനുണ്ടാക്കിയത്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്?